ഹലോ ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇന്ന് വളരെ വിഷമമുള്ളൊരു വാർത്തയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര വിഷമവും, രാവിലെ തൊട്ട് ഞാൻ വളരെ മൂടിയാണ്. കാരണം ഒരു ചോറ്റാനിക്കര നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നടന്നൊരു സംഭവമാണ്. നമ്മുടെ ടൗണിൽ നിന്ന് കുറച്ച് അകലെയൊന്നുമല്ല, ഒരുപാട് അകലെയൊന്നും അല്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരാഴ്ചയായി തോന്നുന്ന ആ സംഭവം നടന്നിട്ട് ഇന്നാണ് ഞാൻ ആ വാർത്ത കണ്ടത് കേട്ടോ. കാരണം കുട്ടീനെ ആരോ വീട്ടിൽ വന്ന് പീഡിപ്പിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു, അതിനെ അബ്യൂസൊക്കെ ചെയ്ത് തലയിലൊക്കെ എന്തൊക്കെയോ ക്ഷതവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ വന്നിട്ട് വളരെ ദയനീയമായിട്ട് കരയുകയും വിഷമം പറയുകയും ഒക്കെ ചാനലിൻ്റെ മുമ്പിൽ നിന്ന്. അതെനിക്കൊരു കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. അത് പാരൻറ്റിങ്ങിലാണോ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഗത്താണോ തെറ്റുപറ്റിയത്, ആരെയാണ് വിമർശിക്കേണ്ടത് എന്ന് നമുക്ക് വെട്ടി തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. കുട്ടികളെ പേടിക്കുന്ന പാരൻസ്, അതാണ് എനിക്കവിടെ മനസ്സിലായത്. കുട്ടിയുടെ ഏതോ ഒരു ബെസ്റ്റിയെ പേടിച്ചിട്ട് അവർ ഈ ഒരു കുട്ടിയുടെ മാതാവിനെ കൊല്ലൂ എന്നുള്ള പേടി കൊണ്ട് ഇവര് ഈ വീട് വിട്ട് പോയുടെ ഒരു അന്തരീക്ഷം. അതിനകത്ത് ആ കുട്ടി എന്ത് സുരക്ഷിതയായിരിക്കും? ആ കുട്ടിക്ക് എന്തോ ഒരു സുരക്ഷിതത്വം ഉണ്ട്? ഒരു പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്കൊന്നും അറിയത്തില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എവിടാണ് തെറ്റ് പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പാരൻറ്റിങ്ങിലാണോ, കുട്ടികൾക്കാണോ? കുട്ടികളെ മാതാപിതാക്കൾ പേടിച്ചാണോ വീട്ടിൽ കഴിയുന്നത്? പ്രത്യേകിച്ച് പെൺമക്കളെ പേടിച്ചാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും, പല ന്യൂസും കാണുമ്പോൾ. കാരണം 64 പേര് പീഡിപ്പിച്ചിട്ടും ഈ അമ്മമാരെവിടെ പോയി കിടക്കുക? ഒരമ്മ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർ, ആ മക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും, ഒരു ചെറിയ സ്വഭാവ മാറ്റം, അല്ലെങ്കിൽ അവരുടെ മുഖച്ചായ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പോലും അറിയാൻ പറ്റാത്തൊരമ്മ അമ്മയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് ആ ഒരു ചേച്ചി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായിപ്പോയി. കാരണം ഏതോ ഒരു ബെസ്റ്റിയാന്ന് പറഞ്ഞിട്ട് മകള് പരിചയപ്പെടുത്തിയാണ് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരിക അത്രേ. അത് അവർക്ക് നേരിട്ടറിയില്ല, അയൽക്കാർ പറയാറുണ്ട് പോലും. അപ്പം ഈ വീട്ടിൽ വരണ കാര്യം ഇവരറിയുന്നില്ല. വീട്ടിൽ വരുന്നതും പോകുന്നതും, ഈ കുട്ടിക്ക് വരുന്ന അബ്യൂസുകൾ, കുട്ടിയുടെ മേത്തുണ്ടാവുന്ന മുറിവുകൾ, പിന്നെ എന്തിനാ പോലീസും കോടതിയൊക്കെ ഇങ്ങനെ നമ്മുടെ കുട്ടീനെ ഒരു പുറത്തുള്ള ഒരാൾ ഉപദ്രവിക്കുമ്പോൾ നമ്മളത് കൈയും കെട്ടി നോക്കി നിൽക്കുന്നതാണോ പാരന്റിങ് എന്ന് പറയുന്നത്? ഈ വന്ന കാലത്ത് 64 പോലും സുരക്ഷിതരല്ല. അപ്പോൾ ഒരു പെൺകുട്ടീനെ തന്നൊക്കെ ഒരു വീട്ടിലോട്ട് അഴിച്ചു വിട്ടിട്ട് അങ്ങ് മാറി നിൽക്കുന്നതാണോ പാരന്റിങ്? അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കേരളത്തിന് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എവിടാണ് നമ്മുടെ മക്കൾ പോകുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, എന്ത് കോഴ്സാണ് പഠിക്കുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എത്ര മണിക്കാണ് അവർക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്, അവരവിടെ സുരക്ഷിതരാണോ, അവരുടെ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അതുപോലെ തന്നെ അവരുടെ ഫോണിനകത്ത് ആരുടെയൊക്കെ നമ്പറുകളാണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ആ ഒരു ഫോണിനകത്ത് ഉണ്ടോ, എത്ര ഫോണുണ്ട്, എത്ര സിമ്മുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് അവരുപയോഗിക്കുന്ന ഒരുപാട് ആപ്പുകൾ, അതിനകത്ത് നമ്മളും കൂടി ഫ്രണ്ടാണോ? ഇതൊന്നും നോക്കാൻ പാരൻസിന് അറിയില്ല. ഒന്നാമത്തേന് ചിലർക്ക് അറിഞ്ഞിട്ടും ഐ ഡോണ്ട് കെയർ എന്നുള്ള മട്ടിലാണ്. സ്വന്തം മക്കളാണെന്ന് ഓർക്കണം. നാളെ നിങ്ങൾ ഈ ശ്രദ്ധിക്കാണ്ട് വിടുന്ന മക്കള് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പറിനകത്ത് ഫ്രണ്ട് പേജിൽ വരുന്ന ഒരവസ്ഥ വരും. അത് ഇതുപോലെ കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിലോ, അതല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് ആവും. നാളെ നിങ്ങളുടെ വീട്ടിലോട്ട് മയക്കും കൊണ്ട് ചാനലുകാർ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് എന്താ ഏതാ, എന്തിനാ പഠിക്കണേ, എത്ര വയസ്സുണ്ട് എന്ന് പോലും പറയാനറിയാൻ പറ്റാണ്ട് ബബ്ബാന്നടിക്കുന്ന പാരൻസായി മാറാണ്ടിരിക്കാൻ വേണ്ടി പറയുക. ഇപ്പോഴേ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നല്ല വടി വെട്ടിയിട്ടുണ്ടല്ലോ, നല്ല അടി കൊടുക്കുക. അരക്കി പോട്ട് 10 വെട്ടി അടിച്ചാൽ ഒന്നും പറ്റാൻ പോണില്ല. പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ അങ്ങനെയാണ് പറഞ്ഞാൽ കേൾപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അണ്ടറിൽ കുട്ടികൾ ജീവിക്കുമ്പോൾ 21-22 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ അണ്ടറിൽ തന്നെയാണ്, മാതാപിതാക്കളുടെ അണ്ടറിൽ തന്നെയാണ് മക്കൾ വളരേണ്ടത്. മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കണം മക്കളെ. എന്നിട്ട് വേണം പിന്നീട് അവർ വളർന്നു വലുതായി എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ അന്നേരം നിങ്ങളെ പിന്നീട് അവർ സംരക്ഷിച്ചോളും. ഒരു പ്രായം കഴിഞ്ഞാൽ കുറച്ചുകൂടെ പക്വതയൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നീട് അവർ അങ്ങനെ ആയിക്കോളും. പക്ഷേ ഒരു ചെറിയ കുട്ടികളായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഒരു 22 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ചെറിയ പെൺകുട്ടികൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളവർ. അപ്പോൾ നിങ്ങൾ അടിക്കേണ്ട പ്രായത്തിൽ അടിക്കുക, അതുപോലെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുക. ഫോണിൽ എന്തൊക്കെ ഉണ്ട്, അതുപോലെ ഏതിൽ ലവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ബെസ്റ്റിയാണോ ഉള്ളത്, എല്ലാം നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ നാളെ ഏതിൽ ആൺകുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ ബെസ്റ്റിയാണ്, ഇതെൻ്റെ കാമുകനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? വിവാഹമാണോ, എന്താണ്
എന്ന് നിങ്ങൾ ചോദിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കും കൊടുക്കണം, അതുപോലെ അത് ചോദിച്ചറിയാനും അത് പറയിപ്പിക്കാനും ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുക തന്നെ വേണം. ബലമായിട്ട് എടുത്തോ, ഒരു പ്രശ്നമില്ല. തല്ലിന്നൊന്നും വെച്ച് ചത്തൊന്നും പോകത്തില്ല. ഇത്രയും വലിയ ന്യൂസൊന്നും വന്ന് നമ്മൾ നാണം കരണേക്കായും വലുതല്ലേ. ഒരടിയൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. ഇപ്പം പല കുട്ടികളും ഉണ്ടല്ലോ, ഫോണൊന്ന് മേടിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അങ്ങ് വിഭ്രാന്തിയം കാണിക്കും, അവരങ്ങ് മെൻ്റൽ പോലെ ആവുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനിപ്പോൾ കൗൺസിലിംഗ് വേണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ വേണമെങ്കിൽ അത് കൊടുക്കുക. അതിന് ചെറിയ കാശേ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലോ അല്ലെങ്കിൽ വലിയ വലിയ കേസുകളിൽ അകത്ത് പോകണതിലോ അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവരോട് നമുക്ക് റിവീൽ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്തിപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ തന്നെ എടുക്കണം. എന്തൊക്കെ ഗാഡ്ജറ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്, പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കയ്യിൽ അനാവശ്യമായിട്ട് പൈസയുണ്ടോ, അവർ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത്, അവരെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ MDMA എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. വേറെ ആരാണ് ശ്രദ്ധിക്കാനുള്ളത്? പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അതെല്ലാമാണ്. നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ. അതുപോലെ തന്നെ സ്കൂളിലോട്ട് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ 8-9 മണിക്കൂർ നമ്മളൊരു സ്കൂളിലോട്ട് പറഞ്ഞു വിടുമ്പോൾ ടീച്ചേഴ്സും ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ കുട്ടി വരുന്നത്, ഈ കുട്ടിയുടെ വില കൂടി സാധനങ്ങളുണ്ടോ, എവിടെ നിന്നാണ് ഇതിനുള്ള വരുമാനം, വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണോ, ഇടയ്ക്കിടയ്ക്കൊന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ 7 മാസം 8 മാസം കൂടുമ്പോൾ ഒരു പാരൻറ്റിങ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഇത്ര കുട്ടി പഠിക്കുന്നില്ല, അങ്ങനെയുള്ള പരാതികൾ പറയുക മാത്രമല്ല എപ്പോഴും നിങ്ങളൊരു ടച്ചിങ്ങിലായിരിക്കണം. പാരൻസും അതുപോലെ ടീച്ചേഴ്സും നല്ലതായിട്ട് നമ്മൾ ഒരു നല്ലൊരു ജനറേഷനെ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി അത് സഹായിക്കും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയല്ല. കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് അറിവില്ല, ശരി, അവർക്ക് അറിവില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അവർ ശിക്ഷിക്കേണ്ടതായിട്ട് വരും, ശിക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് എന്താ പറയുക, ബാലാവകാശ കമ്മീഷനൊക്കെ ഈ കുട്ടികളെ തല്ലല്ലേ എന്ന് പറയല്ല. ചില സമയത്ത് നമ്മൾ അനുസരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ തല്ല് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവർ ആ പ്രാന്തൊക്കെ ഒന്ന് അവഗണിച്ച് വിടേണ്ടതായിട്ട് നമ്മൾ വരും. ചിലപ്പോൾ കിടന്ന് പ്രാന്ത് കാണിക്കും. ആയിക്കോട്ടെ, അതിന് വേണ്ട കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക, വേണ്ട 2 അടിയൊക്കെ കൊടുക്കുക. വീട്ടിൽ അങ്ങനെയേ വളർത്താൻ പറ്റുള്ളൂ കുട്ടികളെ. പണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ എത്രയോ അടി, ഈ ഒരു 90 കിഡ്സൊക്കെ അടി കൊണ്ടതിന് കണക്കുണ്ടാവത്തില്ല. അവരൊന്നും മോശമായി പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. 14-13 വയസ്സുള്ള കുട്ടികൾ, എനിക്ക് 2-3 വാർത്ത കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ല നെഞ്ച് പിളർന്നു പോകുന്ന പോലെ. അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അത് 14-16 വയസ്സുള്ള ഒരു കുട്ടീനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അതുപോലെ സ്വന്തം സഹോദരൻ, നമ്മുടെ രക്തബന്ധം അല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, നമുക്കൊരു അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ഒക്കെ നമ്മളൊരു സഹോദരന്മാരായിട്ടാണ് കാണണേ. അവിടെയാണ് സ്വന്തം സഹോദരൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയായി കുട്ടിയെ പ്രസവിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ പാരൻസ് ഇല്ലേ? അച്ഛനും അമ്മയും എന്തെടുക്കുവാണ്? അവരെന്താണ് ഈ കുട്ടികളെ ശ്രദ്ധിക്കാത്തത്? പിന്നെ എന്താണ് അതിലും വലുതായിട്ടുള്ളത്? മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കലല്ലാണ്ട് അതിലും വലുതായിട്ട് എന്ത് ചുമതലയാണ് ഉള്ളത്? അത് കഴിഞ്ഞിട്ടുള്ളൂ, നമ്മുടെ കുട്ടികളെ നോക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ജോലിയും കാര്യങ്ങളും സമ്പാദ്യവും എല്ലാം. കാരണം എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ അവരെ സംരക്ഷിക്കണ്ടേ? അത് അതിൻ്റെ അനിവാര്യമല്ലേ? ഇന്നത്തെ ഒരു കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സമയം ചിലവാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെയാണ്. അവരെന്താ ചെയ്യണേ, അവരെന്തെടുക്കാണ്, അവരെന്താണ് കാണുന്നത്, അവരെന്താണ് കഴിക്കുന്നത്, അവരാരോട് കൂടെയാണ് കൂട്ടുകൂടണത്, ഇതെല്ലാം നോക്കണം. പഠിച്ചില്ലേലും വേണ്ടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും പോയി ചാടാണ്ടിരിക്കാൻ നമ്മുടെ ശ്രദ്ധ തന്നെ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് രാവിലെ ന്യൂസ് ഫീഡ് തുറന്നപ്പോൾ തന്നെ, ഫേസ്ബുക്ക് തുറന്നപ്പോൾ തന്നെ ഒരു അമ്മയുടെ കരച്ചിലാണ് ഞാൻ കേട്ടെ. ചോറ്റാനിക്കരയാണെന്ന് എനിക്ക് തോന്നുന്നു ബേസ് ചെയ്തിട്ടുള്ളത്. അവർ പറയണതെന്ന് വെച്ചാൽ അവർക്ക് ഹസ്ബൻഡ് മരിച്ചു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. എയർഫോഴ്സിൽ സംതിങ് എന്തോ ആണ്. അത്ര വിശദമായിട്ട് ആ വാർത്തയിൽ പറയുന്നില്ല അവർ. പക്ഷെ അവരുടെ കുട്ടി ഒരു പെൺകുട്ടിയാണ്, 20 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ബെസ്റ്റി ഉണ്ടായിരുന്നു. ആ ബെസ്റ്റി വീട്ടിൽ ഇവരില്ലാത്ത സമയത്ത് വരലും പോക്കും ഒക്കെ ഉണ്ട്. കറക്റ്റായിട്ട് ഇവരും അത് കണ്ടിട്ടില്ല, അമ്മ കണ്ടിട്ടില്ല ആളാരാന്ന് കൂടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ആ ചെറുക്കൻ ഉപദ്രവിക്കാറുണ്ട്. എന്തോ 24 വയസ്സ് എന്തോ ഉള്ളൊരു പയ്യനാണ്. അവൻ നല്ലതായിട്ട് ദേഹോപദ്രവം ചെയ്യാറുണ്ട്. അതുപോലെ പെൺകുട്ടിക്കാണെങ്കിൽ പ്രേമരോഗം എന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടി ഇങ്ങനെ പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് ഉപദ്രവമാണ് എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ എന്താണ് ചെയ്യണേന്ന് ഈ അച്ഛനും അമ്മയും ഒട്ടും നോക്കുന്നില്ല. ആ അമ്മ പറയണു ഈ ബെസ്റ്റിയെ പേടിച്ചിട്ട് ഈ അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയാണെന്ന്. അപ്പോൾ ആ കുട്ടി എന്തൊരു സുരക്ഷിതയാണ് ആ വീട്ടിൽ. പിന്നെ എന്തെന്ന് പാരൻറ്റിങ് ആണ് അവിടെ നടന്നിട്ടുള്ളത്, എനിക്കത് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ കേട്ടൊരു വാർത്തയാണ്, 64 പേര് ഒരു കുട്ടിയെ പീഡിപ്പിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ പാരൻസ് എവിടെയാണ്? അവരുടെ ടീച്ചേഴ്സ് എവിടെയാണ്? ആ കുട്ടി പഠിക്കുന്നുണ്ടാവില്ലേ? ആ കുട്ടി വീട്ടിലല്ലായിരിക്കും വരുന്നുണ്ടാവുക. ഈ കുട്ടികൾ നേരം വൈകി വരുമ്പോൾ എവിടെ പോയി കിടക്കുക ഈ പാരൻസ്? എന്തുകൊണ്ടാണ് നോക്കാത്തത്?
അവരുടെ ബാഗിൽ എന്താ ഉള്ളത്, അവരെന്താ പഠിക്കണേ, ജസ്റ്റ് ഒന്ന് ചോദിക്കണ്ടേ, അറിയണ്ടേ നമ്മൾ? അതൊക്കെ കണ്ടിട്ട് വിഷമമുണ്ട്, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. പെൺകുട്ടികളെ വളർത്തുന്ന കാര്യം ഓർത്തിട്ട് ഭയങ്കര ടെൻഷനുണ്ട്. ഞാൻ ഇന്നൊരു പാരൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഞാൻ പറയുവാണ്, കുട്ടികളെ നമ്മൾ നോക്കണം, കുറച്ചുകൂടെ നോക്കണം അവരുടെ കാര്യങ്ങൾ. അപ്പം സത്യം പറഞ്ഞാൽ ആ പാരൻറ്റിന് പേടിയാണ് ആ കുട്ടിയുടെ അടുത്ത് അത് സംസാരിക്കാൻ. അതായത് കുട്ടി കുറേ ദൂരെയാണ് പോണത്, പഠിക്കാനോ എന്തോ ജോലിക്കോ സംതിങ് എന്തോ. അവർക്ക് അറിയില്ല എന്താണ് കുട്ടി പഠിക്കണേ, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യണേ, എവിടാണ് ജോലി ചെയ്യണേ, അല്ലെങ്കിൽ എവിടാണ് പഠിക്കണേ. ആ പാരൻറ്റിന് അറിയില്ല എന്താണ് കറൻ്റ് കുട്ടി എന്താ ചെയ്യണേന്ന് അറിയില്ല. അവരുടെ ഇൻകം ഏത് സോഴ്സിൽ കൂടെയാണ്, ഏതോ ഒരു സോഴ്സിൽ കൂടെ ഇൻകം വരുന്നുണ്ട്, അത് ഏതാന്ന് ആ പാരൻറ്റിന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ എറണാകുളത്തോ കൊച്ചിയിലോ എവിടെ സംതിങ് ആണ് ജോലി ചെയ്യുന്നത്, എവിടാന്ന് അറിയത്തില്ല. എന്തുകൊണ്ട് അറിയില്ല? കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പാരൻസ് പോട്ടെ എന്തോ ഇല്ല ആവട്ടെ, കുട്ടികളോടെ എനിക്ക് പറയണം, നിങ്ങൾ 16, 14, 18 വയസ്സുള്ള കുട്ടികളായിരിക്കും. ഇനിയാണ് നിങ്ങളുടെ ജീവിതം ബാക്കി ഇങ്ങനെ കിടക്കണത്. ഇനി എത്രയോ വർഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽ പോയി പെടുന്നത് വേറെ. റോട്ടിൽ കൂടെ നമ്മൾ പോവുകയാണ്, നമുക്ക് എന്തെങ്കിലും അപകടം, ഒരു വണ്ടി വന്ന് നമ്മൾ മുട്ടി നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി, അത് ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആണ്. പക്ഷേ ഇത്രയും ചെറുപ്പത്തിൽ ഈ 13, 12 വയസ്സിൽ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അപകടം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതായത് എന്നെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് ചെന്നിട്ട് ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥ. അതാണ് ഈ പ്രേമം. 13, 14 വയസ്സിലുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ കുട്ടികൾക്ക് ആർക്കും വിവാഹം കഴിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ഈ ആളെ തന്നെ, അല്ലെങ്കിൽ പ്രേമിച്ച ആളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. അവർക്ക് വേണ്ടത് ബെസ്റ്റിയാണ്, ബെസ്റ്റി, ബോയ് ഫ്രണ്ട്. അവർക്കൊന്ന് കറങ്ങി അടിക്കണം, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിയടിച്ച് ഹാപ്പിനെസ് ആയിട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. 29, 28, 30 വയസ്സായാൽ പോലും അവർക്ക് അതന്നെ ആഗ്രഹമുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ കറങ്ങിയടിയും ചുറ്റിലൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞൊരു 30 വയസ്സാകുമ്പോൾ ഡിപ്രഷനായി, അവർക്ക് ഭയങ്കര റിഗ്രറ്റായി. എന്തിനാണ്? അപ്പം നമ്മൾ ഈ ഒരു പ്രാവശ്യം തെറ്റുപറ്റാം, ഒരാൾക്ക് 2 പ്രാവശ്യം പറ്റാം, പക്ഷെ 24 മണിക്കൂറും തെറ്റുപറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുട്ടികൾ സൂക്ഷിക്കുക, അവനവൻ്റെ ഭാവിയാണ്. അച്ഛനും അമ്മയൊക്കെ ഒരു പരിധിവരെ പറഞ്ഞു തരും, ടീച്ചേഴ്സ് ഒരു പരിധിവരെ നിങ്ങൾ നിയന്ത്രിക്കുമായിരിക്കും, അതിനപ്പുറത്തോട്ട് ഒന്നിനും പറ്റത്തില്ല. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ കാത്ത് സംരക്ഷിക്കുക ദയവ് ചെയ്തിട്ട്. സമൂഹം ഒരുപാട് മാറി, പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ പ്രേമം പോലെയല്ല, പരിശുദ്ധ പ്രേമം ഒരിടത്തുമില്ല. ആർക്കും കല്യാണം കഴിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. ഒരു കാര്യമില്ലെങ്കിലും ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ബ്രേക്കപ്പായി, അല്ലെങ്കിൽ അങ്ങനായി ഇങ്ങനായി, ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ്, അങ്ങനെയൊക്കെ കാണിക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ, അതിനൊക്കെയാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. അതുകൊണ്ട് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, പാരൻസ് ശ്രദ്ധിക്കുക, ദയവായിട്ട് ശ്രദ്ധിക്കുക. വിഷമം കൊണ്ട് പറയുവാണ്, പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അവർ എന്താണ് ആഗ്രഹിക്കുന്നത്, 1 മണിക്കൂർ അവരുടെ കൂടെ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക. അവർക്ക് എന്താണ് ആഹാരം വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചോ, അതിന് ശേഷമുള്ള ടൈം നിങ്ങൾ ജോലിക്ക് പോകുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. കാരണം അൾട്ടിമേറ്റ് നമ്മുടെ മക്കളാണ് നമുക്ക് എല്ലാത്തിനും വലുത്. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയ ജീവിതകാലം മൊത്തം നമുക്ക് ആ ഒരു വിഷമം ഇങ്ങനെ പേറിക്കൊണ്ട് നമ്മൾ അവരുടെ കൂടെ നടക്കേണ്ടി വരും. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു പീഡിപ്പിക്കപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസും കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ MDMA കേസാണ് ഉദാഹരണം, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം പോലീസ് സ്റ്റേഷൻ, ജയില്, പിന്നെ കോടതി, അങ്ങനെയൊക്കെ കയറി ഇറങ്ങി നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. ഇവർ കൂടെ പോണതിനനുസരിച്ച് നമ്മളും പാരൻസ് ഇത് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെറുപ്പത്തിലേ നിയന്ത്രിക്കുക. അവരെ തെറ്റായ തീരുമാനങ്ങളെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം. കുട്ടികളല്ലേ, തെറ്റൊക്കെ പറ്റും. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, കുഞ്ഞുങ്ങൾ എണിച്ച് തന്നെ വളരുക. അപ്പം നമ്മൾ ചെറുതായിട്ട് അടിക്കുകയും തല്ലും ഒക്കെ ചെയ്തുകൊണ്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇൻറ്റിമസി ഒക്കെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. ഒരടി അടിച്ചെന്ന് വിചാരിച്ചോ ഒന്നും ഇൻറ്റിമസി ഒന്നും പോകത്തില്ല. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ച് മാത്രം കൊടുത്താൽ പോരാ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇന്ന പണിയാണ്, ഞാനിപ്പോൾ ചാണകമാരിലാണ് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിർത്തുക. ഒരു ദിവസമെങ്കിലും അവധി ദിവസം അവന് സ്കൂളില്ലാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങളും അവനെ കൂടി കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ജോലി എടുപ്പിക്കുക. നിങ്ങളുടെ ഒപ്പം തന്നെ എടുപ്പിച്ചോ, ഒന്നും പറ്റാൻ പോകുന്നില്ല. കാരണം അവൻ അറിയണം അതിനൊരു ബുദ്ധിമുട്ടുണ്ട്, ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ പാരൻസ് വളർത്തുന്നത്. അപ്പം ഞാൻ അവരോട് കുറച്ചുകൂടെ സ്നേഹത്തോടെയും ഉത്തരവാദിത്തത്തോടെയൊക്കെ പെരുമാറണം. എൻ്റെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യരുതെന്ന് കുട്ടികൾ മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നത്തെ കാലത്ത് എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം കുട്ടികൾ നോക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള പാരൻസ് പെൺകുട്ടികൾ വളരെ വളരെ സൂക്ഷിക്കുക. മോസ്റ്റ് ഡേഞ്ചറസ് ആണ് പെൺകുട്ടികൾ. എന്താ പറയുക, ബോംബ് പേറിയിട്ട് നമ്മളിങ്ങനെ നടക്കാന്ന് പറയില്ലേ, ബോംബ് പേറി നടക്കുന്ന പോലെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ടാറ്റാ ബൈ ബൈ.